അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസ്ഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ല കേട്ടോ. 12 seconds later. അസ്സലാമു അലൈക്കും. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കബളിപ്പിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയും അള്ളാഹുവിൻ്റെ റസൂല് സ്വഹീഹായ ഹദീസിലൂടെയും വിശദീകരിച്ച ചില പ്രയോഗങ്ങളുണ്ട്. ഖുർആനിൽ അള്ളാഹുവിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവന്റെ സ്വിഫാത്തുകൾ വിശേഷണങ്ങളായി പല പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുടേതിന് സമാനമായ പദങ്ങൾ, അവയവങ്ങളെ സൂചിപ്പിക്കുന്നവ എന്ന് തോന്നിപ്പിക്കുന്നവ കടന്നുവരുന്നുണ്ട്. സൃഷ്ടികൾക്കുള്ളതുപോലുള്ള അവയവങ്ങൾ, കൈ, കണ്ണ്, മുഖം തുടങ്ങിയവ അള്ളാഹുവിനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഖുർആനിലും ഹദീസിലും വന്ന പരാമർശങ്ങളെ അൽ സിഫാത്തുൽ ഖബരിയ, അസിഫാത്തുൽ ഖബാരിയ, അൽ മനറൂത്ത് എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം അഖീദ ഇവയെ മനുഷ്യരുടേതിന് സമാനമായ അവയവങ്ങളായി കാണുന്നതിനെ പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. പകരം അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ രീതിയിൽ ഇവയെ മനസ്സിലാക്കണം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അത്തരം വിശേഷണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. വജ്ഹ്, മുഖം. അള്ളാഹുവിന്റെ മുഖം എന്ന അർത്ഥത്തിൽ ഈ പദം പലയിടത്തും വരുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും പ്രതാപത്തെയും സൂചിപ്പിക്കുന്നു. സൂറത്തുർ റഹ്മാൻ അനുപാതം 55:27. മഹത്വവും ആദരവുമുള്ളവനായ നിന്റെ രക്ഷിതാവിന്റെ മുഖം സത്ത അവശേഷിക്കുന്നതാണ്. 2. യദ് കൈ. അള്ളാഹുവിന്റെ കൈ എന്ന പ്രയോഗം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്തുണ്ട്. ഇത് അവന്റെ കഴിവിനെയോ അനുഗ്രഹത്തെയോ സൃഷ്ടിപ്പിനെയോ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. സൂറത്തുൽ ഫത്ഹ് അനുപാതം 48:10. അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതെയുണ്ട്. സൂറത്ത് സ്വാദ് അനുപാതം 38:75. എന്റെ 2 കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതിനെ. ഇവിടെ യദയ്യ 2 കൈകൾ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. 3. ഐൻ എന്ന കണ്ണ്. അള്ളാഹുവിന്റെ കണ്ണ് അല്ലെങ്കിൽ നോട്ടം എന്ന അർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അവന്റെ സംരക്ഷണത്തെയുമെല്ലാം കാണാനുള്ള കഴിവിനെയോ ആണ് അർത്ഥമാക്കുന്നത്. സൂറത്ത് ത്വാഹ അധ്യായം 20 വചനം 39. എന്റെ കൺമുന്നിൽ നീ വളർത്തപ്പെടാൻ വേണ്ടി. സൂറത്തുൽ ഖമർ അനുപാതം 54:14. നമ്മുടെ കണ്ണുകൾക്ക് മുൻപിലൂടെ അത് കപ്പൽ സഞ്ചരിക്കുന്നു. 4. സാഖ് പിണ്ടിക്കാൽ മൊഴി. പരലോകത്തെ അവസ്ഥ വിവരിക്കുമ്പോൾ സാഖ് വെളിവാക്കപ്പെടുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഖലം അനുപാതം 68:42. കതിർക്കാൽ സാഖ് വെളിവാക്കപ്പെടുന്ന ദിവസം. ഇതിനെ മിക്ക പണ്ഡിതന്മാരും അങ്ങേയറ്റത്തെ ഭയാനകമായ അവസ്ഥ എന്ന് വ്യാഖ്യാനിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നത് അവന് തുല്യമായി യാതൊന്നുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഅ് അനുപാതം 42:11 എന്നാണ്. അതിനാൽ ഈ പദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപങ്ങളൊന്നും അള്ളാഹുവിന്റേതല്ല. പണ്ഡിതന്മാർ ഇതിനെ തശ്ബീഹ് ഉപമിക്കലില്ലാതെയും തഅത്വീൽ നിഷേധിക്കൽ ഇല്ലാതെയും വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഖുർആനിൽ വന്നതിനു പുറമെ പ്രവാചകൻ മുഹമ്മദ് നബി വിവരിച്ച അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അട്രിബ്യൂട്ട്സ് ഇൻ ഹദീത്ത് വിശ്വാസകാര്യങ്ങളിൽ വളരെ പ്രധാനമാണ്. ഹദീത്തുകളിൽ വന്ന ചില പ്രധാന വിശേഷണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. അൽ ഖദം ബാ അൽ റിജിൽ. അൽ ഖദം ബാ അർ റജുൽ. പാദം, കാൽ. നരകം അതിന്റെ ശിക്ഷ അനുഭവിപ്പിക്കാൻ ഇനിയും ആളുകളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തന്റെ പാദം ഖദം അതിൽ വെക്കുമെന്നും അപ്പോൾ നരകം തൃപ്തിപ്പെടുമെന്നും ഹദീസുകളിൽ കാണാം. ഇതിനെ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ ഒന്നായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. 2. അൽ അസ്വാബിം അൻ നസാബ. വിരലുകൾ. മനുഷ്യരുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് വ്യക്തമാക്കാൻ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഹദീസ് ആദം സന്തതികളുടെ ഹൃദയങ്ങളെല്ലാം കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരലുകളിൽ 2 വിരലുകൾക്കിടയിലെന്ന പോലെ ഒരൊറ്റ ഹൃദയം പോലെയാണ്. അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ അവൻ തിരിച്ചുവിടുന്നു. സ്വഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 2654. ഒരു കാര്യം കൂടി, ഈ ഹദീസിനു ശേഷം പ്രവാചകൻ ഒരു പ്രാർത്ഥന കൂടി നടത്താറുണ്ടായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. അള്ളാഹുവിൻ്റെ യദ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കൈപോലെയാണ് എന്ന് ഏതെങ്കിലും വഹാബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വരാം നിങ്ങളുടെ ഒപ്പം. അവരോട് നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു വഹാബി എന്ന് നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതൊരു അർത്ഥത്തിലാണെങ്കിലും
നിങ്ങൾ വിളിക്കുന്ന സലഫി ആദർശത്തിലുള്ള ആരെങ്കിലും നമ്മുടെ കൈപോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കൈപോലെയാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ യദ് എന്നോ വജ്ഹ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാക്കുകളിലൂടെ അവയവത്തെ സൂചിപ്പിച്ചാൽ അത് അള്ളാഹുവിൻ്റെ പ്രതാപത്തെയാണ്, അള്ളാഹുവിൻ്റെ ശക്തിയെയാണ്, അള്ളാഹുവിൻ്റെ അറിവിനെയാണ്, അള്ളാഹുവിൻ്റെ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം വിശദീകരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ മനുഷ്യൻ തന്നെ അതങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, വഹാബി എന്നിവർ പറയുന്ന സലഫി ആദർശത്തിലുള്ള ഖുർആനും സുന്നത്തും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിരലുകൾ ആ ഒരു രൂപത്തിൽ അള്ളാഹ് ഖുർആനിൽ പരാമർശിച്ച കാര്യം പറയുകയും അത് ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ആ പരാമർശിച്ചത് ഏതർത്ഥത്തിലാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പദങ്ങളാണ് ഖുർആനും ഹദീസും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അവ മനുഷ്യരുടേതുപോലുള്ള അവയവങ്ങളല്ല എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മറുപടിയുടെ സാരാംശം: വിശ്വാസപരമായ നിലപാട്. ഇത്തരം വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നതുകൊണ്ടുതന്നെ അവയിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ അവ എങ്ങനെയാണ്, ഹൗ എന്ന് ചോദിക്കാനോ മനുഷ്യരുടേതുപോലെയാണ് എന്ന് ഭാവനയിൽ കാണാനോ പാടില്ല. ഇതിനെക്കുറിച്ച് ഇമാം മാലിക് പറഞ്ഞ പ്രസിദ്ധമായ ഒരു തത്വമുണ്ട്. അല്ലാഹു അർഷിൽ ഉപവിഷ്ടനായി എന്നത് അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് എങ്ങനെയെന്നത് അജ്ഞതയുമാണ്, നമുക്കറിയില്ല. അതിൽ വിശ്വസിക്കൽ നിർബന്ധവും അതിനെക്കുറിച്ച് അനാവശ്യമായി ചോദ്യം ചെയ്യൽ ബിദ്അത്തുമാണ്. ചുരുക്കത്തിൽ അവന് സമാനമായി ഒന്നുമില്ല എന്ന ഖുർആനിക തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിശേഷണങ്ങളെ വിശ്വാസികൾ കാണുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഖുർആനില്ലേ എടുത്ത് നോക്കിക്കൂടെ എന്നൊക്കെ മൂപ്പർ ചോദിക്കുന്നുണ്ടല്ലോ. അല്ല മൊയ്ലേറെ, ഖുർആൻ എടുത്തിട്ട് നോക്കാൻ പാടുണ്ടോ? നിങ്ങൾ പറയാറുള്ളത് ഖുർആന്റെ അർത്ഥം അത് എഴുതലും വായിക്കലും ഒക്കെ ഹറാമാണെന്നല്ലേ? മൂപ്പര് തന്നെ ഇതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് ഇവിടെ ചേർക്കാം എന്താണ് എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ വങ്കത്തരം എന്നുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും അള്ളാഹുവിന് സൃഷ്ടികളെപ്പോലൊരു അവയവമുണ്ട് എന്ന് ഒരിക്കലും നാം മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ ശക്തിയായിരിക്കാം. അള്ളാഹുവിൻ്റെ വജ്ഹ് മുഖം എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രതാപത്തെയോ ഒക്കെ ആയിരിക്കാം. ഈ ലോകത്തുള്ള എല്ലാം നാമാവശേഷമാകും, നശിച്ചു പോകും. അള്ളാഹുവിൻ്റെ പ്രതാപം മാത്രം ഇവിടെ അവശേഷിക്കും. അള്ളാഹു മാത്രം അവശേഷിക്കുന്ന അള്ളാഹു സൂറത്ത് റഹ്മാനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് പ്രതാപം എന്നുള്ളതിനോ അല്ലെങ്കിൽ അള്ളാഹു മാത്രം എന്നുള്ളതിനോ മറ്റൊരു വാക്ക് ഉപയോഗിച്ചില്ല, വജ്ഹ് എന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ അള്ളാഹ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അള്ളാഹിൻ്റെ മുഖം നമ്മളെ മുഖം പോലെയല്ല, അള്ളാഹുവിൻ്റെ മുഖം മറ്റാരുടെയെങ്കിലും മുഖം പോലെയല്ല, അള്ളാഹുവിൻ്റെ മുഖം സൃഷ്ടികളുടെ ആരുടെയും മുഖം പോലെയല്ല. അള്ളാഹുവിൻ്റെ മുഖം എന്ന് അള്ളാഹ് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രതാപത്തെയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം മൊയ്ലേരെ. അല്ലാതെ എന്തൊക്കെയാണ് പാടും, എന്നിട്ട് എന്തൊക്കെയാണ് പറയും, എന്നിട്ട് ഇസ്തിഗാസ ചെയ്തോളി എന്ന് പറയും, എന്നിട്ട് CMA കാക്കണേ, CMA കൂട്ടിനെ കൊണ്ട, CMA വിസ കൊണ്ട, ഇതല്ലേ നിങ്ങളുടെ പഠിപ്പിക്കൽ? എന്നിട്ട് ഇതുപോലെയുള്ള പിഴച്ച സിദ്ധാന്തം പഠിപ്പിക്കുന്ന നിങ്ങളാണ് മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താൻ നടക്കുന്നത്. പിഴച്ച വിശ്വാസം പേര് നടക്കുന്ന നിങ്ങളുടെയൊക്കെ ഒന്ന് വിശ്വാസം നേരാക്ക് മൊയ്ലിയാക്കന്മാരെ, അല്ലേ? എന്തായാലും മൊയ്ലിയേര് പറഞ്ഞത് എന്താണെന്ന് കേട്ടോ കാണി. വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യദ് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാ കാലത്ത് ആല എന്ന് പറയും. ഈ കമാ കാലത്ത് ആല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ളാഹ് പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും. സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാക്കാലക്ക് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ അള്ളാഹ് പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം, അതുപോലെ അത് വേണം, അതുണ്ട്, ഇങ്ങനെയുള്ള. ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹലഖത്ത് ബിയദയ്യ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാകാലത്തല്ല അള്ളാഹ് പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യദയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, കമാകാലത്തല്ല ഞാൻ വേണ്ടി എന്നല്ല, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, യദുണ്ട്. 12 seconds later. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ
അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ലട്ടോ. A few inches later. അസ്സിഫാത്ത് എന്നാൽ വിശേഷണങ്ങൾ എന്നും അൽമനറൂത്ത് അൽ ഖബരിയ എന്നാൽ അറിവിലൂടെ വാർത്തയിലൂടെ ലഭിച്ചത് എന്നുമാണ് അർത്ഥം. അതായത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അള്ളാഹു വെളിപ്പെടുത്തി തന്ന വിശേഷണങ്ങൾ എന്നർത്ഥം. അള്ളാഹുവിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പദങ്ങളാണ് ഖുർആനും ഹദീസും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അവ മനുഷ്യരുടേതുപോലുള്ള അവയവങ്ങളല്ല എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം. 1. ഖുർആനിൽ വന്ന വിശേഷണങ്ങൾ. മുഖം, വജ്ഹ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു. സൂറത്തുർ റഹ്മാൻ 27. കൈകൾ, യദ്, അവന്റെ കഴിവ്, സൃഷ്ടിപ്പ്, അനുഗ്രഹം എന്നിവയെ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന് 2 കൈകളുണ്ടെന്ന് ഖുർആൻ അനുപാതം 38:75 പറയുന്നു. കണ്ണ്, ഐൻ, അള്ളാഹുവിന്റെ നോട്ടത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു. സൂറത്ത് ത്വാഹ 39. പിണ്ടിക്കാൽ, സാഖ്, വിചാരണനാളിലെ ഭീകരാവസ്ഥയെയും അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. സൂറത്തുൽ ഖലം 42. 2. ഹദീസുകളിൽ വന്ന വിശേഷണങ്ങൾ. പാദം, ഖദം, റിജിൽ, നരകം നിറയുമ്പോൾ അള്ളാഹു തന്റെ പാദം അതിൽ വെക്കുമെന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. വിരലുകൾ, അസ്വാബിർ, മനുഷ്യഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ചിരി, ലാഹിക്, തന്റെ ദാസന്മാരുടെ അവസ്ഥ കണ്ട് അള്ളാഹു സന്തോഷിക്കുന്നതിനെ ചിരി എന്ന് വിശേഷിപ്പിച്ചു. ഇറങ്ങിവരൽ, നുസൂൽ, രാത്രിയുടെ അവസാന പകുതിയിൽ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങിവരുമെന്ന് ഹദീസിലുണ്ട്. A few inches later. അപ്പൊ എന്റെ മാനം കണ്ടൂടാ, അള്ള പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ള പറഞ്ഞതുപോലെയുള്ള ഏതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ഏതിന്റെ മാന നമുക്കറിയില്ല. അപ്പൊ അതാണല്ലോ ഇമാം നബവി റളിയല്ലാഹു അൻഹുവും ശറഹുൽ മുഹദ്ദബിനും ശറഹ മുസ്ലിമിനും ഒക്കെ പറഞ്ഞത്. അതായത് അതിന്റെ ലാഹിർ മാന, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. വലഹു മഅനൻ യലീഖു ബിഹി, അള്ളാഹുവിന് അനുയോജ്യമായ ഏതോ ഒരു മാന അതിനുണ്ട്, അത് നമുക്കറിയില്ല. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം. അപ്പൊ കമാകാലത്ത് ആല എന്ന് ഇത്തരത്തിലുള്ള ഈ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളൊക്കെ വന്ന സ്ഥലത്ത് കമാകാലത്ത് ആല എന്നോ കമാകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ പറഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല. പറഞ്ഞതുപോലെ ഉള്ള ഏതുണ്ട്, പറഞ്ഞതുപോലെയുള്ള ഇസ്തിവ ഉണ്ട്. ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല. ഇസ്തിവ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഇസ്തിവ ഉണ്ട്, അതെന്താ നമുക്കറിയില്ല. കമാകാലത്തല്ല, അള്ളാഹ് പറഞ്ഞതുപോലെ ഉള്ള ഇസ്തിവ ഉണ്ട് എന്നല്ലാതെ അള്ളാഹ് പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല. ഇപ്പം എന്തായി നേരത്തെ പറഞ്ഞതില്ലേ, അങ്ങനെ ഉണ്ട്, ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതന്നെ മൊയ്ലിയാരെ പറഞ്ഞതേ. അപ്പം നിങ്ങൾ ആ പരിപാടിയൊക്കെ നിർത്തുന്ന പറഞ്ഞാൽ നിർത്തിക്കാളി. പിന്നെ ഞങ്ങൾക്ക് ആദർശ സമ്മേളനം ഇല്ലട്ടോ. അതാ നല്ലത്.